തിരുവചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഇത് നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു പദ്ധതിയാണ്, ഒരു സത്യമാണ്. എല്ലാ ധ്യാനങ്ങളിലും നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വേണം എൻ്റെ ജീവിതം ക്രമീകരിക്കുവാൻ. ഞാനൊരിക്കൽ ഒരു വലിയ സുവിശേഷകൻ പറഞ്ഞു കേട്ടത് വളരെ സത്യമായ, ഒരുപാട് ഊർജം പകരുന്നതായ ഒരു കാര്യമാണ്. അത് അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും ആഗ്രഹിക്കാനാവാത്തത്ര ഔന്നത്യത്തിൽ നമുക്കെത്തണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും വലിയ പെർഫെക്ഷനിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ മതി. ദൈവത്തിന് എന്നെ സൃഷ്ടിക്കുമ്പോൾ എന്നെക്കുറിച്ച് ദൈവം കാണുന്ന ആ പദ്ധതിക്ക് എനിക്കെത്താവുന്ന ഏറ്റവും വലിയ ഇടമായിരിക്കും ദൈവം കണ്ടുവച്ചിരിക്കുക. ദൈവം എന്നെ എന്തൊക്കെ കഴിവുകൾ തന്ന്, കൃപകൾ തന്ന്, എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്ന് ഈ ലോകത്തിലേക്ക് അയച്ചുവോ, അതിൻ്റെയൊക്കെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ ഞാൻ എത്തിച്ചേരുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഞാൻ നടക്കുമ്പോൾ മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൽ ഒരു വലിയ അപകടമുണ്ട്. ജെറമ്യാ 29:11 കർത്താവ് പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളതാണ്. എന്നാൽ ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഒരു വലിയ അപകടം എന്ന് പറയുന്നത്, ബൈബിളിൽ നിന്ന് തന്നെ സ്വാംശീകരിച്ച്, ബൈബിളിൽ നിന്ന് തന്നെ സ്വായത്തമാക്കി, ബൈബിളിലെ വചനങ്ങൾ പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുടെ വാക്കുകളിൽ നിന്ന് കടമെടുത്ത് ചിലരൊക്കെ ഇന്നത്തെ തലമുറയെ പഠിപ്പിക്കുന്ന ചില സെക്യുലർ ആശയങ്ങളാണ്. എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരെയും ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ ജീവിതത്തെക്കുറിച്ചൊരു സ്വപ്നം കാണണം. ഇത് സത്യം പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കടമെടുത്ത ഒരാശയമാണ്. പാശ്ചാത്യ നാടുകളിലാണ് ഈ ആശയം ആദ്യകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരുന്നത്. പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു സ്വപ്നം കാണണം. വിൻസെൻ്റ് നോർമൻ പീൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ എഴുതിയ ഒരു ക്രൈസ്തവ പ്രഭാഷകൻ, അദ്ദേഹത്തെ പോലുള്ളവർ ഈ ആശയങ്ങൾ ബൈബിളിനെ അടിസ്ഥാനമാക്കി വളരെ വ്യക്തമായി ക്രൈസ്തവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും അത് സെക്യുലർ ലോകം തന്നെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. ഇതിന് സമാനമായി നിരവധി എഴുത്തുകാരുണ്ട്. എന്നാൽ ആദ്യകാലങ്ങളിലൊക്കെ ബൈബിളിനെ അറിഞ്ഞിരുന്നവർ വചനാടിസ്ഥാനത്തിൽ എഴുതിയിരുന്ന പല കാര്യങ്ങളും പിന്നീട് ബൈബിളിനെ മറച്ചു വെച്ചുകൊണ്ട്, അതിൻ്റെ സത്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട്, ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് പുത്തൻ തലമുറയെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ട്രെയിനേഴ്സൊക്കെ ഉള്ളൊരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പം നമ്മളുടെ എല്ലാ കുട്ടികൾക്കും ഏതാണ്ട് അറിയാവുന്നൊരു കാര്യമാണ്, നിനക്കൊരു സ്വപ്നം വേണം, നിനക്കൊരു ലക്ഷ്യമുണ്ടാകണം. എന്നാൽ ക്രിസ്ത്യാനി ഈ ലക്ഷ്യത്തെക്കുറിച്ച്, സ്വപ്നത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളൊരു കാര്യം, സ്വപ്നം കാണുന്നവരെക്കുറിച്ചാണ് ബൈബിൾ മുഴുവനും ഉടനീളം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അബ്രഹാമിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, ജോസഫിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഇസ്രായേൽ ജനതയ്ക്ക് മൊത്തമായി ഒരു സ്വപ്നമുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലായിടത്തും സ്വപ്നം കാണുന്ന വലിയ ആളുകളെയാണ്, ദൈവദാസന്മാരെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. എന്നാൽ സാധാരണ ലോകത്തിൽ സ്വപ്നം കാണുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സ്വപ്നവും ഈ ദൈവമക്കളുടെ സ്വപ്നവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? അബ്രഹാം സ്വപ്നം കാണുമ്പോൾ അബ്രഹാമിൻ്റെ ഈ സ്വപ്നം അബ്രഹാമിന് ലഭിച്ചത് അബ്രഹാമിൻ്റെ ജഡത്തിൻ്റെ വാസനകളിൽ നിന്നായിരുന്നില്ല. അബ്രഹാമിന് സ്വന്തമായി ഉണ്ടായ ആഗ്രഹങ്ങളിൽ നിന്നല്ല അബ്രഹാം സ്വപ്നം കണ്ടത്. അബ്രഹാമിന് ആ സ്വപ്നം ദൈവം നൽകിയതായിരുന്നു. ഹല്ലേലൂയ. ജോസഫ് സ്വപ്നം കണ്ടത് ജോസഫിൻ്റെ ജഡിക വാസനകളിൽ നിന്ന് കണ്ടതല്ല. ജോസഫിൻ്റെ സ്വപ്നം ജോസഫ് സ്വപ്നം പോലും കാണാത്ത കാര്യമാണ്.
അന്നത്തെ കാലത്ത് ഒരിക്കലും ഒരു മുതിർന്ന ഒരു ഇളയ മകൻ, ഒരു ആൺകുട്ടികളുടെ ഇടയിൽ ഏറ്റവും ഇളയ മകൻ ഒരിക്കലും എല്ലാവരെയും ഭരിക്കുന്ന ഒരു സ്വപ്നം കാണില്ല. കാരണം അത് നാട്ടുനടപ്പല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കടിഞ്ഞൂൽ പുത്രന്മാരാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ആ കാലഘട്ടത്തിൽ ഈ മകൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ ഇടവരാൻ കാരണം അവൻ്റെ വിദൂര ഭാവിയിലെങ്ങും അതിൻ്റെ സമീപ പ്രദേശത്തെങ്ങും നടക്കാത്ത, സമീപ ഭാവിയിലെങ്ങും നടക്കാത്തൊരു കാര്യം അവനത് കാണുവാനുള്ള കാരണം ആ സ്വപ്നം അവന് ദൈവം നൽകി എന്നതാണ്. അപ്പോൾ സ്വന്തം ജഡത്തിൻ്റെ ചോദനകൾക്കനുസരിച്ച് സ്വപ്നം കാണാനാണ് ഇന്ന് നമ്മുടെ തലമുറയെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ 5 വയസ്സാകുമ്പോഴേ ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ അനുസരിച്ച് തൻ്റെ ജീവിതം ലക്ഷ്യത്തിലെത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് ലക്ഷ്യം കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന, 5 വയസ്സ് തൊട്ടേ സ്വപ്നം കാണിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് അതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ സ്വന്തം ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ ചോദനകൾക്കനുസരിച്ച്, മറ്റു മനുഷ്യർ പറഞ്ഞു തരുന്ന രീതികൾക്കനുസരിച്ച് സ്വപ്നം കാണാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം. കാരണം, ഒന്നാമത്തെ കാരണം, അവൻ്റെ ദൈവത്തിന് അവനെക്കുറിച്ചൊരു സ്വപ്നമുണ്ടെന്നുള്ളതാണ്. മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് സ്വപ്നം കാണാം, എന്നാൽ ദൈവം കാണുന്ന സ്വപ്നമല്ല, മാതാപിതാക്കളുടെ സ്വപ്നമാണ് മക്കളുടെ ജീവിതത്തിൽ നടക്കേണ്ടതെന്ന് ശാഠ്യം പിടിക്കുന്ന മാതാപിതാക്കളുണ്ട്. ആ കുഞ്ഞിനെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് നമ്മുടെ കുഞ്ഞായിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ദൈവത്തിന് ആ കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നത്തിനാണ് പ്രാമുഖ്യം. കാരണം അവനെ സൃഷ്ടിച്ചത് ദൈവമാണ്, നമ്മളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു സ്വപ്നമുണ്ടെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയുവാൻ നമുക്കൊരാകാംക്ഷ വേണം. കാരണം നമ്മൾ പോലും അറിയാത്ത നമ്മളുടെ സാധ്യതകൾ, നമ്മൾ പോലും അറിയാത്ത നമ്മുടെ മേലുള്ള കൃപകൾ, ഇതറിയാവുന്നയാൾക്കാണ് നമ്മളെക്കുറിച്ച് സ്വപ്നമുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നമാണ് നമ്മൾ ആദ്യം എന്താണെന്ന് അന്വേഷിക്കേണ്ടത്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എഫെസോസ് 3:20-21, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനം പറയുന്നത് നമ്മൾ ചോദിക്കുന്നതിലും നമ്മൾ ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന പരിശുദ്ധാത്മ ശക്തിയാണ് നമ്മളിൽ, ക്രൈസ്തവരായ നമ്മളിൽ പ്രവർത്തിക്കുന്നത്, അല്ലേ? അങ്ങനെ കർത്താവ് പറയുകയാണ്. അതായത് ഒരാൾ ആഗ്രഹിക്കുന്ന, അതാണല്ലോ സ്വപ്നം കാണുക എന്ന് പറയുന്നത്. സ്വപ്നം കാണുക എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹത്തിൻ്റെ പരിപൂർണതയിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ആഗ്രഹത്തിൻ്റെ പരമകാഷ്ഠയാണ് സ്വപ്നമായി തീരുക. ഏതൊരാളോടും ഒരു സ്വപ്നം കാണാൻ പറഞ്ഞാൽ അയാളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ് സ്വപ്നമായി പരിണമിക്കുക. പക്ഷെ വചനം പറയുന്നത് നീ ആഗ്രഹിക്കുന്നതിലും നീ ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നിന്നെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. അപ്പോൾ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നത്തെക്കാൾ താഴെയായിരിക്കും. അതുകൊണ്ട് വളരെ ദൈവം ആഗ്രഹിക്കുന്നതിലും വളരെ താഴെയായ ഒരു കാര്യം സ്വപ്നം കാണുക എന്ന് പറയുന്നത് തന്നെ അത് നമുക്ക് വളരെ വിചിത്രമായി തോന്നണ്ടേ? തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്ന, യേശുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം നടപ്പിലാക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം പരിശ്രമിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, കഴിഞ്ഞ തലമുറ അങ്ങനെയായിരുന്നു, അല്ലേ? നമ്മുടെ കഴിഞ്ഞ തലമുറ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നത് ആ കുഞ്ഞിൻ്റെ ദൈവവിളി ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നിറവേറണം എന്നുള്ളതാണ്. പലപ്പോഴും ദൈവവിളി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യമായി അതിനുണ്ടായിരുന്നത് 2 കൈവഴികളാണ്. ഒന്നെങ്കിൽ അത് വൈദികനോ കന്യാസ്ത്രീയോ ആവുക, അല്ലെങ്കിൽ കുടുംബജീവിതം. ഇതാണ്. ഇതിൽ കുടുംബജീവിതമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നീട് ഈ കുടുംബജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ഒരു പന്ഥാവുണ്ട്, അതാണ് തിരഞ്ഞെടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യകാലങ്ങളിൽ കുടുംബജീവിതത്തെക്കുറിച്ച് പോലും സ്വപ്നം കാണുവാൻ പറയാതെ, നിനക്ക് കുടുംബജീവിതമാണോ കർത്താവിൻ്റെ വഴി, ജോലിക്കാരനായി കർത്താവിൻ്റെ ദാസനായി ഒരു വൈദികനോ കന്യാസ്ത്രീയോ ഒക്കെ ആയി പോകാനാണോ നിൻ്റെ വിളിയെന്ന് നിനക്കറിയാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് നീ പ്രാർത്ഥിക്കണം, അതിൻ്റെ ഒരു ഡിസേൺമെൻറ്റിനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് കുഞ്ഞിലെ തൊട്ടേ വളർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കാര്യം അതൊക്കെ മാറി. ഇന്ന് നമ്മൾ കുഞ്ഞിനെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വിവാഹം അങ്ങ് നിശ്ചയിച്ചേക്കുകയാണ്. എന്നിട്ട്
നമ്മൾ ആ കുഞ്ഞിനെ അതിൽ തന്നെ നമ്മുടെ ആഗ്രഹമനുസരിച്ച് ആ കുഞ്ഞ് ബാഹ്യ ചോദനകളനുസരിച്ച് ഇപ്പോൾ കുഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങൾ എടുത്ത് കളിക്കുന്നത് കണ്ടാൽ അവനിൽ ഒരു സാധ്യത നമ്മൾ കാണും, അല്ലെങ്കിൽ അവൻ്റെ താല്പര്യങ്ങൾ നോക്കിയിട്ട് അവനെ കമ്പ്യൂട്ടർ എഞ്ചിനീയറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആക്കണമെന്ന് നമ്മളങ്ങ് തീരുമാനിക്കുക. കുഞ്ഞ് ചെറുപ്പത്തിൽ കാണിക്കുന്ന ചില കളികളും ചേഷ്ടകളുമാണ്. ഇത് കണ്ടിട്ട് നമ്മൾ അവൻ എന്തെങ്കിലും ആയിത്തീരുമെന്ന് നിശ്ചയിക്കുകയാണ്. എന്നാൽ ഇവൻ വൈദികനാകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നേ ഇല്ല. പലപ്പോഴും ചില സ്ഥലങ്ങളിൽ വലിയ സ്വപ്നത്തോടെ വളർത്തിക്കൊണ്ടുവന്ന് പല മേഖലകളിലും തിരിഞ്ഞവർ പിന്നീട് വൈദികരാകുമ്പോൾ എല്ലാവരും അന്തം വിട്ടു പോകാറുണ്ട്. അതൊരു കാലഘട്ടത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. പക്ഷെ പണ്ട് കാലത്ത് ക്രൈസ്തവ കുടുംബങ്ങളിൽ കുഞ്ഞിനെ വളർത്തിയിരുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിളിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആ വിളിക്കനുസരിച്ചാണ് പിന്നെ സ്വപ്നങ്ങൾ ഉണ്ടാവുക. പക്ഷെ ഇന്ന് ചില ക്രൈസ്തവമല്ലാത്ത അടിസ്ഥാനമുള്ള പഠനങ്ങളുടെ സ്വാധീനം നിമിത്തം നമ്മൾ വെറുതെ സ്വപ്നം കാണാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. ഒരിക്കലും നമ്മൾ വെറുതെ സ്വപ്നം കാണാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. വെറുതെ ഉന്നത സ്ഥാനങ്ങൾ ആഗ്രഹിക്കാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. കുഞ്ഞിൻ്റെ ചെറുപ്പകാലത്തിലെ ചേഷ്ടകൾ പലപ്പോഴും അത് ഉയർന്ന വലുതാകുമ്പോഴുള്ള വിളി വെളിപ്പെടുത്താറുണ്ടെങ്കിലും എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ജഡത്തിൻ്റെ ചോദനകൾക്കനുസരിച്ച് കുഞ്ഞിൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ആഗ്രഹങ്ങൾക്കനുസരിച്ച് സ്വപ്നം കാണാൻ കുഞ്ഞിനെ പഠിപ്പിച്ചാൽ അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം പലപ്പോഴും നടക്കാതിരിക്കുവാൻ പിശാചിന് അതിനകത്ത് കയറി പ്രവർത്തിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ സ്വയം വളരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ സ്വപ്നമല്ല, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നമാണ് നടക്കേണ്ടത് എന്ന ആഴമായ ഒരു ബോധ്യത്തിൽ വേണം നമ്മൾ വളരുവാൻ. ഈ ലോകത്തിൽ ആളുകൾ പറയുന്ന രീതിയിലല്ല നമ്മുടെ സ്വപ്നം മെനയേണ്ടത്, ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ്. വചനത്തിൽ ഞാൻ ഈ വചനം കാണുമ്പോൾ പണ്ട് അതിശയിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ എങ്ങനെ ഉയരാൻ പറ്റുമെന്ന് തോന്നിയിരുന്നൊരു വചനമുണ്ട്. ആ വചനം ഇതാണ്. പ്രഭാഷകൻ 7-ാം അധ്യായം 4-ാം വാക്യം. അതിലിങ്ങനെയാണ് പറയുന്നത്: കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. ഇതൊരു വചനമാണ്. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. കർത്താവിനോട് ഉയർന്ന സ്ഥാനം നമ്മൾ അപേക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ കർത്താവിൻ്റെ കൂടെ നടന്നാൽ മതി. ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന ജോലി കർത്താവിൻ്റെതാണ്. ഹല്ലേലൂയ. ബൈബിളിൽ ഏത് ഭാഗം എടുത്ത് നോക്കുക, അബ്രഹാമിന് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റുകയില്ല. മക്കളില്ലാതിരുന്ന വൃദ്ധനായ ഒരാൾ എപ്പോഴാണ് താൻ ജനതകളുടെ പിതാവാകുന്നത് സ്വപ്നം കാണുക? ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റത്തില്ല. അപ്പോൾ അബ്രഹാമിനോടൊരു സ്വപ്നം കാണാൻ പറഞ്ഞാൽ അദ്ദേഹം എന്ത് സ്വപ്നമായിരിക്കും കാണുക? മക്കളില്ലാത്ത ഒരാളോട് ക്ലാസ് എടുത്തിട്ട്, വൃദ്ധനായ ഒരാളോട് ക്ലാസ് എടുത്തിട്ട് നീ ഒരു സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജഡത്തിൻ്റെ ഏത് ചോദനയ്ക്കനുസരിച്ച് അയാൾ എന്ത് സ്വപ്നം കാണും? എന്നാൽ അയാൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നിൻ്റെ സ്വപ്നം എന്താ? അപ്പോഴാണ് ദൈവം പറഞ്ഞത്, നീ ജനതകളുടെ പിതാവാകും, മണൽത്തരികൾ പോലെയും നക്ഷത്രങ്ങൾ പോലെയും നിനക്ക് കുട്ടികളുണ്ടാകും, നീ വലിയൊരു അപ്പനാകും, വലിയ ജനതകളുടെ അപ്പനാകും, നിന്റെ സന്തതി ലോകത്തിൻ്റെ മുഴുവൻ അനുഗ്രഹ കാരണമാകും. അബ്രഹാമിൻ്റെ ജന്മത്തിൽ അബ്രഹാം ഒരിക്കലും സ്വപ്നം കാണാൻ സാധ്യതയില്ലാത്ത വലിയൊരു സ്വപ്നം. അതാണ് ദൈവത്തിൻ്റെ സ്വപ്നത്തിന് വിട്ടുകൊടുത്താൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത. പ്രിയമുള്ളവരെ, ഇങ്ങനെ സ്വപ്നം കാണിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദാവീദിനോട് സ്വപ്നം കാണാൻ പറഞ്ഞാൽ, ദാവീദിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വപ്നം കാണാൻ പറഞ്ഞാൽ, ദാവീദ് ഒരു നല്ല ഇടയനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആടുമാടുകളൊക്കെ ഉള്ള ഒരു വലിയ ആട്ടിടയനോ ആടുകളുടെ ഉടമയൊക്കെ ആകുന്ന സ്വപ്നം കാണാനേ അവന് പറ്റുകയുള്ളൂ. കാരണം അവൻ ആടുകളെ മേയ്ക്കുന്നവനായിരുന്നു. എന്നാൽ ദാവീദ് കർത്താവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്ത്, കർത്താവിൻ്റെ സ്വപ്നത്തിന് വിട്ടുകൊടുത്ത് സമർപ്പിച്ച് ജീവിച്ചപ്പോൾ കർത്താവാണ് അവനെ ഉയർത്തിയത്. അപ്പോൾ ദൈവമാണ് ഉയർന്നത്. ദൈവത്തോട് നമ്മൾ ഉയർന്ന സ്ഥാനം ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചോദിക്കുന്നത് ഒരു പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനമാകണമെന്നില്ല. നമ്മളുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്, ദൈവമേ അങ്ങ് തീരുമാനിച്ചിരിക്കുന്ന അങ്ങയുടെ പദ്ധതി അനുസരിച്ചുള്ള വഴികളിലൂടെ എന്നെ നടത്തണമേ, അതിലല്ലാതെ എന്നെ നടത്തരുതേ. അങ്ങയുടെ ഹിതപ്രകാരമുള്ള വഴികളിലൂടെ മാത്രമേ എന്നെ നടത്താവൂ. അപ്പോൾ ചില ആളുകൾ ഇത് പറയുമ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ പ്രചോദിപ്പിക്കും? എങ്ങനെ അവരെ ഒരു വലിയ ഉയർന്ന സ്ഥലത്തിലെത്തുവാൻ പ്രചോദിപ്പിച്ചാൽ മാത്രമല്ലേ നമുക്ക് അവരെ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് തെറ്റായ ധാരണയാണ്. കർത്താവിൻ്റെ വിശുദ്ധരൊക്കെ പ്രചോദിപ്പിക്കപ്പെട്ടത് അവരുടെ ജഡിക ചോദനകൾ പ്രകാരം ഒരു സ്വപ്നം കണ്ടതുകൊണ്ടൊന്നുമല്ല. അവരൊക്കെ പ്രചോദിപ്പിക്കപ്പെട്ടത് വിശുദ്ധമായ ഒരു പ്രചോദനം കൊണ്ടാണ്. എന്താണ് വിശുദ്ധമായ പ്രചോദനം? ദൈവത്തിൻ്റെ ഏറ്റവും പ്രീതിയുള്ള ഒരു ദാസനായി തീരണമെന്നൊരു മോട്ടിവേഷനാണ് അവരെ നയിച്ചത്.
ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ഏറ്റവും നന്നായി ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ ഏറ്റവും നല്ല സ്വപ്നങ്ങൾ നൽകി നമ്മുടെ കൂടെ നിൽക്കും. ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച ദാസനായി തീരുന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ അത് ഡോക്ടറാകുവാൻ നൽകുന്ന പ്രചോദനത്തെക്കാൾ, സയൻറ്റിസ്റ്റ് ആകുവാൻ നൽകുന്ന പ്രചോദനത്തെക്കാൾ, മറ്റേതെങ്കിലും ഭരണാധിപനായി തീരുവാൻ നൽകുന്ന പ്രചോദനത്തിനേക്കാൾ വലുതാണ് പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ ദാസനായി തീരുവാൻ പ്രചോദനം നൽകണം. എന്നാൽ നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ വചനാധിഷ്ഠിതമായി വചനം പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ പ്രഭാഷകൻ 7:15 നമ്മളവരെ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അതിലിങ്ങനെയാണ് പറയുന്നത്: കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്, അത്യുന്നതൻ നിശ്ചയിച്ചതാണിത്. ഇത് നമ്മളൊരു കുഞ്ഞിനെ പഠിപ്പിച്ചാൽ ആ കുഞ്ഞിന് വ്യക്തമായ ധാരണ കിട്ടുക, കഠിനാധ്വാനം ഞാൻ വെറുക്കാൻ പാടില്ല, അത് കർത്താവിൻ്റെ ഡിസിഷനാണ്. അപ്പോൾ ഈ കുഞ്ഞെങ്ങനെയാണ്, നമ്മൾ ഈ കുട്ടിയെ എങ്ങനെയാണ് പ്രചോദിപ്പിച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ ദാസനാകുന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ കാര്യം. ദൈവത്തിൻ്റെ ആ ഒരു മോട്ടിവേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തി ലോകത്തിന് നന്മ ചെയ്ത സകല മനുഷ്യരും എങ്ങനെയാണ് നന്മ ചെയ്തത് എന്ന് കാണിക്കുകയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. മദർ തെരേസ എന്ന് പറയുന്ന വ്യക്തി സ്വന്തമായ നിലയിൽ സ്വപ്നം കണ്ടാൽ ഒരിക്കലും ഈ മദർ തെരേസ ആയിത്തീരുമായിരുന്നില്ല. ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന വ്യക്തി സ്വന്തം കഴിവുകൾക്കനുസരിച്ച് സ്വപ്നം കണ്ടാൽ ഒരിക്കലും ഈ ഒരു നിലയിൽ മനുഷ്യർക്ക് പ്രയോജനമുള്ള ആളായി തീരുമായിരുന്നില്ല. ഇങ്ങനെ നമുക്ക് എടുത്തു കാണിക്കുവാൻ പറ്റുന്ന ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന വ്യക്തി സ്വന്തമായ രത്നവ്യാപാരിയുടെ മകനായി ജീവിച്ച അദ്ദേഹം കാണുവാൻ സാധ്യതയുള്ള ഒരു സ്വപ്നം, ആ സ്വപ്നം ഒരിക്കലും ഇന്ന് അദ്ദേഹം ലോകത്തിൽ സ്വാധീനം ചെലുത്തുന്ന അത്രയും വിധം അദ്ദേഹത്തെ ഔന്നിത്യത്തിലേക്ക് നയിക്കുന്ന ദൈവദാസനാക്കി തീർക്കുന്ന ഒരു സ്വപ്നമാകുമായിരുന്നില്ല. ഇങ്ങനെ വ്യക്തമായി സ്വപ്നത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ സ്വപ്നം കണ്ടാൽ ഒരിക്കലും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന തലം നാം ദൈവം കാണുന്ന സ്വപ്നത്തിൻ്റെ അടുത്ത് പോലും വരികയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടതെന്ന് കുഞ്ഞിനെ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രചോദനം പിന്നെ എന്താണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക? റോങ് ആയിട്ടുള്ള പ്രചോദനമല്ല, ഏറ്റവും ശരിയായ പ്രചോദനമാണ് കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യവും നടക്കണം. അപ്പോൾ ഇതുപോലുള്ള വചനം പറയണം, കഠിനാധ്വാനം വെറുക്കരുത്. അപ്പോൾ കുട്ടി തൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനത്തെ സ്നേഹിച്ചുകൊള്ളും. അങ്ങനെ കുട്ടി വിജയം വരിക്കും. ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ, ഓരോ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകൾ കഴിഞ്ഞ് തിരിഞ്ഞു പോകുവാനുള്ള ഘട്ടം. ആ ഘട്ടം വരുമ്പോൾ അവിടെയാണ് ഒരു ഡിസേൺമെൻ്റ് ആവശ്യമായിട്ട് വരിക. അന്നേരം കുട്ടിയോട് പറയേണ്ടത് നിനക്ക് തോന്നിയത് ചെയ്യാമെന്നല്ല, ആ കുഞ്ഞിനെ പ്രാർത്ഥനയോടെ ഒരുക്കണം നമ്മൾ. എന്തിനാണ് ഞാൻ ഇത് കഴിഞ്ഞ് +2 എന്തെടുക്കണം, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഞാൻ ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വൈദികനാകണോ കന്യാസ്ത്രീ ആകണോ? ഇത് കുഞ്ഞ് പ്രാർത്ഥനാപൂർവം ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണെന്ന് കുഞ്ഞിനെ നമ്മൾ നേരത്തെ പഠിപ്പിക്കണം. ഇത് നേരത്തെ പറഞ്ഞു വെക്കണം. ഈ കാലഘട്ടം വരുമ്പോൾ നീ പ്രാർത്ഥിച്ചാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 8ാം ക്ലാസ് തൊട്ടേ പ്രാർത്ഥിപ്പിക്കണം, 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രാർത്ഥിപ്പിക്കണം ഞാൻ +2 കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കുഞ്ഞിൻ്റെ ഈ ജീവിത വഴികളിൽ ദൈവത്തോട് ആലോചന ചോദിച്ചു പോകുന്ന ഒരു കുഞ്ഞാക്കി മാറ്റുവാൻ നമ്മൾ പരിശ്രമിച്ചാൽ കൃത്യമായ സമയങ്ങളിൽ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അവൻ നടക്കേണ്ട വഴികളിലൂടെ അവനെ ദൈവം വഴി നടത്തുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ വലിയൊരു വചനം ഈ കാര്യത്തിൽ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട്. കർത്താവ് പറയാണ്, 1 പത്രോസ് 5:6 പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. താഴ്മയോടെ എന്ന് പറഞ്ഞാൽ ദൈവമേ നിൻ്റെ ഡ്രീം എന്താണ്, നിൻ്റെ ഇഷ്ടം എന്താണ് ഈ കാര്യത്തിൽ, അതാണ് നടക്കേണ്ടത്, എൻ്റെ ഇഷ്ടമല്ല. ഏതാണ് താഴ്മ? ആ താഴ്മ ദൈവത്തിൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുവാനുള്ളൊരു എളിമ കാണിച്ച് അങ്ങനെ താഴ്മയോടെ നിൽക്കുമ്പോൾ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇത്രയും ശക്തമായൊരു വചനം ബൈബിളിൽ നമുക്ക് എവിടെയാണ് കാണുവാൻ പറ്റുന്നത്? യുവാക്കന്മാരോടാണ് പ്രത്യേകിച്ച് ഇത് പറയുന്നത്, മക്കളോടാണ് പറയുന്നത്. എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇത്രയും മാതാപിതാക്കൾക്ക് ദൈവത്തിൻ്റെ അത്രയും ശ്രദ്ധ ഉണ്ടാകുമോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ? ഇത്രയും മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നൊരു ദൈവത്തെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാതിരിക്കുന്നതാണ് മക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത. അതുകൊണ്ട് മക്കളോട് പറയേണ്ടത്, ദൈവത്തിന് മുമ്പിൽ എളിമയോടെ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യാൻ ആഗ്രഹിച്ച് ദൈവം പറയുന്ന കോഴ്സ് മാത്രം പഠിക്കാനെടുത്ത് ദൈവം പ്രചോദിപ്പിക്കുന്ന വഴികളിലൂടെ മാത്രം പോകുവാനായി നീ തീരുമാനമെടുത്താൽ ദൈവത്തിന് ഇഷ്ടമായതൊക്കെ
ഇതൊക്കെ ചെയ്യാൻ നീ തീരുമാനിച്ചാൽ ദൈവം നിന്നെ ഒരു വഴി നടത്തും. ആ വഴിയിലൂടെ നടത്താൻ ഞങ്ങൾക്കാവില്ല മക്കളെ. കാര്യം ദൈവം നിന്നെ നടത്തുന്നത് ഉന്നതമായ വഴികളിലൂടെയാണ്. ഇതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കണ്ടത്, ഇതാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ കണ്ടത്, ഇതാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ കണ്ടത്. ദാവീദ് ഇടയനായിരുന്നെങ്കിൽ അവനെ രാജാവാകുന്നതാണ് ദൈവം സ്വപ്നം കണ്ടത്. അങ്ങനെ സ്വപ്നം കാണുന്ന ഒരു വലിയ അഭിഷേകം നിന്റെ മേൽ വരണം. അതുകൊണ്ട് നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കണം. രാജാവ് ആകുവാനായിട്ട് ദൈവം അഭിഷേകം ചെയ്ത ദാവീദ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കർത്താവ് അവനെ വഴി നടത്തിയത്, അവൻ ഏത് കൊട്ടാരത്തിലെ രാജാവാകുമെന്ന് ദൈവം പറഞ്ഞോ ആ കൊട്ടാരത്തിലെ വേലക്കാരനായിട്ടാണ് ആദ്യമേ ദൈവം അവനെ വഴി നടത്തിയത്. അപ്പോൾ ആ ദാവീദ് അവിടെ ഉത്തമനായ ഒരു വേലക്കാരനായി. പ്രിയമുള്ളവരെ, ഏതാനും നാളുകൾ കൊണ്ട് ദാവീദിനെ ദൈവം അവിടെ തന്നെ രാജാവാക്കി ഉയർത്തി. നോക്കുക, ദൈവത്തിൻ്റെ വഴികൾ ജോസഫിനെ സംബന്ധിച്ചും സ്വപ്നം കാണിച്ച വഴിയല്ല ജോസഫിൻ്റെ ജീവിതത്തിൽ നടന്നത്. അവൻ രാജാവാകുമെന്ന് പറഞ്ഞ് അവൻ ഉടൻ അടിമയാവുകയാണ്, അവൻ ജയിലിലാവുകയാണ്. ജോസഫിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്നാൽ അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിന്ന് ദൈവത്തെ അനുസരിക്കുന്നതിൽ വളരെ ഉറപ്പോടെ നിന്നപ്പോൾ അവൻ എവിടെ എത്തി? ഈ പാഠം കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കണം. കാരണം ലോകത്തിൽ പലരുണ്ട്, അവരുടെ എല്ലാം ശ്രമം നമ്മളുടെ കുഞ്ഞുങ്ങളെ ജഡികത നിറഞ്ഞ സ്വപ്നങ്ങൾ കാണാൻ, ജഡത്തിൻ്റെ ചോദനകൾക്കനുസരിച്ച് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കാനാണ്. എന്നാൽ ക്രൈസ്തവ കുടുംബങ്ങളിലെ മക്കൾ നമ്മുടെ ദൈവം നമുക്ക് നൽകിയ സ്വപ്നമാണ് കാണേണ്ടത്. കാരണം എന്താണെന്നറിയാമോ? നമ്മളുടെ കുട്ടികളാണ്, നമ്മളുടെ ഈ കുടുംബങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങളാണ് മദർ തെരേസയെ പോലെ, ഇഗ്നേഷ്യസ് ലയോളയെ പോലെ, വിൻസെൻ്റ് പോളിനെ പോലെ, നമ്മളുടെ ജോൺ ബോസ്കോയെ പോലെ ഈ ലോക ചരിത്രത്തെ മാറ്റിമറിക്കുവാനുള്ള, ജോൺ പോൾ രണ്ടാമനെ പോലെ ലോക ചരിത്രത്തെ സ്വാധീനിക്കുവാനുള്ള, തിരിച്ചെഴുതുവാനുള്ള, മറിച്ചു കൊണ്ടുവരുവാനുള്ള മക്കൾ ജീവിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. അവരെ സ്വപ്നം കാണേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കേണ്ടത് ദൈവത്തെ അറിഞ്ഞുകൂടാത്തവരല്ല, ദൈവത്തെ അറിയുന്നവർ. ദൈവത്തിൻ്റെ സ്വപ്നം കാണാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ അവരൊരിക്കലും മനുഷ്യർക്ക് സ്വപ്നം കാണാവുന്നതിൻ്റെ അപ്പുറത്തെ മേഖലകളിലേക്ക് കടന്നു പോകുന്നത്, മനുഷ്യർക്കൊരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത മേഖലകളെ അവർ പിടിച്ചെടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ കാണണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വപ്നം കാണാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. വചനം പറയുകയാണ്, സങ്കീർത്തനം 1:1-3, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ. അതായത് ദുഷ്ടരെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ അറിയാത്തവരെന്നാണ് അർത്ഥം. ദൈവത്തെ അറിയാത്ത ആളുകൾ നമുക്ക് തരുന്ന ഗൈഡൻസ് അത് സ്വീകരിക്കുകയോ, പാപികളുടെ വഴികളിൽ വ്യാപരിക്കുകയോ, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. എന്താണ് ആനന്ദം? അതായത് ദൈവത്തെ അറിയാത്തവൻ്റെ ഉപദേശങ്ങളുണ്ട്, അവൻ ആ ഉപദേശങ്ങളിൽ ഒരിക്കലും കർത്താവിൻ്റെ നിയമമനുസരിച്ച് ഈ ലോകം പോകണമെന്നുണ്ടാകത്തില്ല. അതുകൊണ്ട് അവൻ എപ്പോഴും നമ്മുടെ ജഡത്തിൻ്റെ ചോദനകൾക്കനുസരിച്ച് ജീവിക്കാനേ പറയത്തുള്ളൂ. എന്നാൽ അതാണ് ദുഷ്ടരുടെ ഉപദേശം, അതാണ് ദൈവത്തെ അറിയാത്തവരുടെ ഉപദേശം. നമുക്കതിനെ വിട്ടുകൊടുക്കാം. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് അവരുടെ ഉപദേശമൊന്നും സ്വീകരിക്കാതെ, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാതെ, പാപികളുടെ വഴികളിൽ വ്യാപരിക്കാതെ നിന്റെ മക്കളെ കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദം, ലോ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ നിയമം. ഇവിടെ ഈ ലോകം നടക്കുന്നത് മുഴുവൻ ദൈവിക നിയമങ്ങൾക്കനുസരിച്ചായിരിക്കണമെന്ന് ചിന്തിക്കുന്നൊരു കുഞ്ഞാക്കി, അതിൽ ആനന്ദിക്കുന്നവനാക്കി മാറ്റിയാൽ രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കും. അതാണ് വചനം പറയുന്നത്. അപ്പോൾ അവൻ എന്താകുമെന്ന് വചനം പറയുകയാണ്, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അവനൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായിത്തീരും. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും. ഇത് കർത്താവിൻ്റെ വചനമാണ്. ഇത് നമ്മുടെ തലമുറയെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ലോകത്തിലുള്ള ആളുകൾ തോന്നിയതുപോലെയൊക്കെ ജീവിക്കാൻ നമ്മുടെ തലമുറയെ പഠിപ്പിക്കും. കുഞ്ഞുങ്ങളോട് ചെറുപ്പം മുതലേ പറഞ്ഞു പഠിപ്പിക്കണം, കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിനക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിലും അപ്പുറമുള്ള പദ്ധതിയാണ്. അത് കാണാതെ പോയാൽ നിൻ്റെ ജീവിതത്തിൽ നീ കർത്താവിൻ്റെ സന്തോഷത്താൽ നിറയുന്ന, വലിയ സമാധാനത്താൽ നിറയുന്ന, നിനക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം തരുന്ന വലിയ ജീവിതം കാണുകയില്ല. ഇത് പറയണം. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാതെ മറ്റെന്ത് നടന്നാലും അത് പിശാചിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാതെ മറ്റെന്ത് നടന്നാലും, അതിനേക്കാൾ താഴെയുള്ളത് നടന്നാലും അത് പിശാചിൻ്റെ ഇഷ്ടമാണ്. പിശാച് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യരുതെന്നുള്ള ഒറ്റ പ്രതിജ്ഞയിലാണ് നടക്കുന്നത്. അത് നടക്കാതെ വന്നാൽ പിശാചിൻ്റെ ഇഷ്ടമാണ് നടക്കുന്നത്. പിശാചിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് വലിയ സന്തോഷമായിരിക്കുമോ? എല്ലാം സമാധാനമായിരിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുപാട് മാനുഷിക സ്വപ്നങ്ങളിലാണ്, എന്നാൽ ഒരിക്കൽ പോലും ചോദിക്കുന്നില്ല അങ്ങയുടെ സ്വപ്നം എന്താണെന്ന്. ഇതാ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് സന്തോഷമില്ലായിരിക്കാം, പക്ഷേ ഇത് അങ്ങയുടെ ഹിതമാണെങ്കിൽ ഇതിലൂടെ അങ്ങയുടെ വലിയ ഹിതത്തിലേക്ക് എന്നെ നടത്തിക്കൊണ്ടു പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ ജഡത്തിൻ്റെ ചോദനകൾക്കനുസരിച്ചല്ല, ദുഷ്ടരായ മനുഷ്യരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനനുസരിച്ചല്ല,
അങ്ങ് പറഞ്ഞു പഠിപ്പിക്കുന്ന വലിയ സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിക്കണമേ, എൻ്റെ മക്കളെ പഠിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.